കീറരുത് കീറരുതെന്നാ പറഞ്ഞേ. ആഹാ, ഞങ്ങളുടെ നേതാവിന്റെ പോസ്റ്റർ നിങ്ങൾ കീറിയ നിങ്ങളെ ഫ്ലെക്സിൽ ഞങ്ങൾ തുപ്പും. ഓഹോ, KC-യുടെ അല്ല, ഇനി ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് ആണെങ്കിൽ പോലും VD-യുടെ അല്ലെങ്കിൽ ഞങ്ങൾ അത് കീറിയിരിക്കും. അരുത്, ആരും പരസ്യമായി പ്രകടനങ്ങൾ നടത്തരുത്. KPCC ആണ് ഈ പറയുന്നത്. പിന്നെ എന്ത് KPCC? പടം നയിച്ച ഞങ്ങളെ നേതാവിനെ താഴ്ന്നിട്ട് ഇവിടെ ആരും അങ്ങനെ മുഖ്യമന്ത്രി ആവണ്ട. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മണ്ഡലമായ പേരാവൂരിലെ ഇരിട്ടിയിൽ വരെ അങ്ങനെ സതീശൻ അനുകൂലികൾ പ്രകടനം നടത്തി. അല്ലെങ്കിൽ തന്നെ പാർട്ടിക്കുള്ളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് കോൺഗ്രസിന് തന്നെ അറിയില്ല. ഇപ്പോൾ അണികൾക്കിടയിലും KC പക്ഷം, RC പക്ഷം എന്നൊക്കെ പറഞ്ഞ് തിരിയാൻ മത്സരമാണ്. ഒരിടത്ത് പ്രതിഷേധം, ഒരിടത്ത് വെല്ലുവിളി, മറ്റൊരിടത്ത് ജാഥ. മൊത്തത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ രാവിലെ കണി കണ്ടുണരുന്ന വാർത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയാണ്. മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള തമ്മിലടിയാണ്. ഇറ്റാലിയൻ ഭാഷയിൽ നിന്നുണ്ടായ ഇംബ്രോളിയോ എന്ന ഇംഗ്ലീഷ് പദമാണ് ഇപ്പോൾ കോൺഗ്രസിന് ശരിക്കും ചേരുന്നത്. അതിസങ്കീർണമായ കുഴഞ്ഞു മറിഞ്ഞ ഊരാക്കുടുക്ക് എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വെറും 5 ദിവസം കൊണ്ട് മുഖ്യമന്ത്രി എന്ന പദത്തിനെ ഇത്രയും കോമഡിയാക്കി തന്നതിന് കോൺഗ്രസിന്റെ നേതാക്കൾ വലിയൊരു പങ്ക് അർഹിക്കുന്നു. മുഖ്യമന്ത്രി കസേര എന്ന വാക്ക് തലയ്ക്ക് പിടിച്ച് സമനില തെറ്റിയത് കൊണ്ടാകണം ഇന്നലെ പ്രകടനവുമായി സെക്രട്ടേറിയറ്റിലേക്ക് വരെ VD സതീശൻ പക്ഷം പ്രകടനം നടത്തി. അംഗബലത്തിൽ KC വേണുഗോപാൽ, ജെൻസി സപ്പോർട്ട്, ജനവികാരം എന്നൊക്കെ പറഞ്ഞുള്ള ഘടകങ്ങളിൽ VD സതീശൻ. ഇനി സീനിയോറിറ്റിയിൽ രമേശ് ചെന്നിത്തല. ഭാവി മുഖ്യമന്ത്രിക്കുള്ള ഗുണവും ദോഷവും എഴുതി വെച്ച് ഇപ്പോഴും ചർച്ച നടത്തുകയാണ് കോൺഗ്രസ്. പാർട്ടിയിലെ ഉന്നതനായ മെറിറ്റോറിയസ് യുവ നേതാവും മാത്യു കുഴൽനാടനും ഇന്നലെ കാലുവാരി വന്ന സന്ദീപ് വാര്യര് വരെ വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നത്. ഇനി പോട്ടെ, ഒരു പേര് നറുക്കിട്ടെടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും അടി നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുള്ള ഒന്നും തങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുകയാണ് 3 നേതാക്കൾ. അതിനേക്കാളും സ്ട്രോങ് ആയി എപ്പോൾ അക്രമാസക്തമാകണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അണികൾ. ഇതിനിടെ ഡൽഹിയിൽ ഹൈക്കമാൻഡ് പ്രതിനിധികളും കേരളത്തിലെ മുതിർന്ന നേതാക്കളും ചർച്ച നടത്തുന്ന കെട്ടിടത്തിന് പുറത്ത് MSF പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി എത്തി. ഗ്രൂപ്പ് പോര് അവസാനിപ്പിക്കണമെന്നും ഐക്യത്തോടെയുള്ള നേതൃത്വം വരണമെന്നും ആവശ്യപ്പെട്ടിട്ടായിരുന്നു പ്രതിഷേധം. ഇതൊന്നും നടക്കാൻ പോലില്ലെന്ന് കോൺഗ്രസിനും അറിയാം. എന്നാലും ഇത് ചർച്ചകളെ ബാധിക്കുമെന്ന് പറഞ്ഞ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നേരിട്ടെത്തി പ്രവർത്തകരെ കണ്ട് ഒരു വിധത്തിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഒടുവിൽ സഹിക്കാനാകാതെ 3 നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ശരിക്കും ഇംബ്രോളിയോ തന്നെ. ജനാധിപത്യം ഇങ്ങനെ പൂത്തുലയുന്നത് കണ്ട് ഇവിടെ നിസ്സഹായരായി നിൽക്കുന്നത് മലയാളികളാണ്. ത്രിശങ്കു എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ത്രിശങ്ക എന്ന് കേൾക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. വെറും 5 ദിവസം കൊണ്ടാണ് ഗ്രൂപ്പ് പോര് തെരുവ് യുദ്ധമായി മാറിയത്. ഇനിയും എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളം കാണാൻ കിടക്കുന്നത്?